എനിക്കറിയില്ലേ. നിനക്ക് അറിയില്ലല്ലേ? നിന്നെ കൂടെ പറയിക്കാൻ എന്റെ ഈശോ, എന്റെ ഈശോ, എന്റെ ഈശോയേ, എന്റെ നാടോടിഞ്ഞേ, എന്റെ അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോ, എന്റെ നാടോടിഞ്ഞേ. അയ്യോ, അറിയില്ലല്ലേ? കാസർഗോഡ് കാദർ ബായിയുടെ മകൻ കാസിം ബായ്. എന്റെ കർത്താവേ, ഞാനിതാ പോണേ. അച്ഛനെ അങ്ങനെ അങ്ങ് പോവാൻ സമ്മതിക്കില്ല അച്ഛോ. എന്താ അച്ഛോ അവന്റെ ഒരു ആരോഗ്യം? ആന കരിമ്പന്തോട്ടത്തിൽ കേറിയ പോലെ എല്ലാം ഇടിച്ചങ്ങ് തകർത്തില്ലേ? ആന കരിമ്പിൻതോട്ടത്തിൽ കയറി തകർക്കണത് താണ്ടമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് വിളമ്പണ്ട. ഞാനില്ലായിരുന്നെങ്കിൽ ഈ സൂസി ടീച്ചർ ശവമായിരുന്നേനെ. മോനെ, എന്നെ ഒന്ന് പിടിച്ചേ. നീ ഒറ്റ ഒരുത്തനാ ഇത് മുഴുവൻ വരച്ചു വെച്ചത്. അന്ന് ആ റോഡിൽ കിടന്നിരുന്ന പാവ എടുത്തോണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എടുത്തതല്ലോ, കിട്ടിയതല്ലേ. മിണ്ടരുത് നീ. ബോംബെയിലെ അധോലോക രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാൻ ഒരു മടിയില്ലാത്തവരാണച്ചോ. ഏതോ ഒരുത്തൻ ബോംബെ നിന്ന് വന്നു എന്നും പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തനോ? ഓ, അവനെ ഒന്ന് കാണേണ്ടത് തന്നെയാ. 6 ഇഞ്ച് 8 അടി പൊക്കം, ഒത്ത ഹൈറ്റും. അവന്റെ കൈ കൊണ്ട് ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ ചളുങ്ങിപ്പോയി. പോലീസിൽ അറിയിക്കാച്ചോ? അറിയിച്ചാലും പ്രശ്നമാണച്ചോ. പിന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരും വരില്ല. പ്രോഗ്രാം അറിയിക്കണ്ട. നിനക്കൊക്കെ അത് പറയാം. ഏതായാലും നാളെ മുതൽ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. അതെന്താ? നാളെ നീ ആത്മഹത്യ ചെയ്യാൻ പോവാ? അതൊന്നും തീരുമാനമായിട്ടില്ല. ഏതായാലും നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. നാളെ എനിക്ക് പനിയായിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിസാമേ. കാസിം ബായുടെ ഇടിയുള്ളുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്റെ കർത്താവേ, എങ്ങനെയുണ്ട് ഒരു ജന്മം? നീ എപ്പോ വന്നു? ഞാൻ വരുന്ന വഴിയാ. നിന്നോട് വരണ്ടെന്ന് പറയാൻ നമ്മൾ ഷൗക്കത്തേലോട് പറഞ്ഞിരുന്നല്ലോ. ഓനെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ബാപ്പയെ ജയിലിലാക്കിയവർ പുറത്ത് തമാശയും കാണിച്ച് സൂക്ഷിച്ചു നടക്കുന്നത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ ബാപ്പ പറയുന്നത്? ഏതായാലും നമ്മൾ ഇതിനകത്തായി. 5 കൊല്ലമെന്ന് പറയുന്നത് നാളെ പോയി മറ്റന്നാൾ കഴിയും. ഞമ്മക്കിവിടെ പരമാനന്ദ സുഖവാ. ഗോതമ്പിന്റെ ഉണ്ട സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഷുഗർ ഒട്ടുമില്ല. ഇറച്ചിയും മുട്ടയും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും ഇല്ല. അല്ലറ ഇല്ലറ പണിയെടുക്കുന്നതുകൊണ്ട് പ്രഷറും ഇല്ല. കിടക്കുമേ കിടക്കാത്തതുകൊണ്ട് നടുവേദനയില്ല. പിന്നെ ആൾ കൂടെ ഉള്ളത് കൊതുകിന്റെ ശല്യമാണ്. അതിനിപ്പോ ഒരു സാധനം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ പേര്? ഓ, ഞമ്മന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഈ വലിയ വലിയ ആൾക്കാർ കിടക്കാൻ നേരത്ത് പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ. എന്താണ് സാറന്മാരെ? ഗുഡ് നൈറ്റ്. ആ സാധനം തന്നെ. അതുള്ളതുകൊണ്ട് കൊതുക് കടിയില്ല. അതുകൊണ്ട് നീ നമ്മുടെ കാര്യം വിട്. നാളെ തന്നെ നീ ബോംബെക്ക് പോക്കൂ. അപ്പോ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് ബാപ്പയുടെ ശ്രമം? ഇല്ല ബാപ്പ. കാസർഗോഡ് കാദർ ബായിയുടെ മകൻ കാസിം ഒരു തീരുമാനമെടുത്താൽ അത് നടത്താതിരിക്കില്ലെന്ന് ബാപ്പയ്ക്ക് അറിയാമല്ലോ. ആ മിമിക്രിക്കാരെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. ഇങ്ങനെയുള്ള ബിസിനസ് വേണ്ടാന്ന് ഞാൻ എത്ര കാലായി ബാപ്പയോട് പറയണ. നീ ബോംബെ ചെന്ന് ചരക്കയക്കാൻ തുടങ്ങിയതാ വീണ്ടും ഈ കുഴപ്പത്തിന് കാരണം.
ഉമ്മ വിചാരിക്കുന്നത് പോലെ അത്ര മോശം ബിസിനസ് ഒന്നും അല്ല ഇത്. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്ന ബാപ്പ ഈ നാട്ടുകാർ ബഹുമാനിക്കുന്ന കാസർഗോഡ് കാദർബായി ആയത് ഈ ബിസിനസ് കൊണ്ടാ. വെറും കാലിച്ചാക്ക് കച്ചവടക്കാരനായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉമ്മയെ അമേരിക്ക കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുമായിരുന്നു. പണം ഉണ്ടായിട്ട് എന്താ കാര്യം? സുഖമില്ലാത്ത ബാപ്പ ജയിലിൽ കിടക്കണ കാര്യം നീ ഒന്ന് ഓർത്തു നോക്കിയേ. ഇനി കൂടുതലൊന്നും ബാപ്പ ജയിലിൽ കിടക്കേണ്ടി വരില്ലുമ്മ. ഏതായാലും നമ്മുടെ എല്ലാം ഫോട്ടോ കാസിംബായുടെ കയ്യിലുള്ള സ്ഥിതിക്ക് അയാൾക്ക് നമ്മളെ പിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് നമ്മുടെ വീട്ടിൽ പോകല്ലേ? അല്ല, എന്റെ തലയെ മൊട്ടയടിച്ച് മീശാൻ പഠിക്കും. അപ്പൊ പിന്നെ എന്നാരും തിരിച്ചറിയൂലല്ലോ. ഞങ്ങളും ഒന്ന് തീരുമാനിച്ചു. പൊട്ടടിക്കാനാ? അല്ല, നിന്നെ പിടിച്ചുകൊണ്ടുപോയ കാസിംബായുടെ കൈ കൊടുത്തുള്ള വിവരവും പറഞ്ഞ് ഞങ്ങളുടെ തടി തപ്പാൻ. നിങ്ങളിങ്ങനെ തമാശയും പറഞ്ഞോണ്ടിരിക്കാതെ അയാളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല മാർഗം ഉണ്ടെന്ന് ആലോചിക്കേ. ഒരു വഴിയുണ്ട്. വല്ല മന്ത്രവാദിനും വീട്ടിൽ പോകാനായിരിക്കും. ആക്കല്ലേ ഒരിക്കലും അബദ്ധം പറ്റി പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. മതിയാക്ക്. ഞാനൊരു വഴി പറയാം. കൊണ്ടോട്ടിയിൽ എന്റെ കൊച്ചാപ്പന്റെ ഒരു അസ്മാതി ഉണ്ട്. ഇലക്ട്രിക് ഹംസ ഭയങ്കര ദാതയാണ്. 7 കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. എടാ ഡാ പഠിക്കാതെ പോടാ. പടച്ചോനാണ് നേര്. സത്യം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നുണ പറയുന്ന തോന്നണ്ട. നമ്മൾ വിളിച്ച ആള് വരുമോ? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കാസിംബായി ഒറ്റയ്ക്ക് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്താ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി വിളിച്ചു പോടാം. നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കുളിച്ചിടാം. വീട്ടിൽ കൂട്ടായ നിന്റെ ഇലക്ട്രിക് കുറച്ച് കഴിയട്ടെ എന്നിട്ടാണ് ഇരിക്കുന്നത്. ഒരു കണ്ണടക്കി. നാളെ നമ്മുടെ ഫൈൻ ആർട്സ് ഹോളിലെ പ്രോഗ്രാം കലക്കാൻ വേണ്ടി തന്നെയാണ് യുവദർശനക്കാർ അതിന്റെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് ഓപ്പൺ എയർ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ പ്രോഗ്രാം കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആരെങ്കിലും പോകൂടാ? അവരുടെ ആലുവിലെ പ്രോഗ്രാം ഞാൻ കണ്ടതാ, നന്നായിരുന്നു. നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പരിപാടി നടത്തിയുള്ള നമ്മുടെ സ്ഥിതി ആലോചിക്കായിരുന്നു. എന്തോ എന്ത് കണ്ടാലും അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഓർക്കണമായിരുന്നു. പാവ എടുത്തവനെ പിടിക്കാനാ കാസിംബായി വന്നതെന്നാ ഞാനറിഞ്ഞു. അതെ, നീ ഒരു കാര്യം ചെയ്യ്. നീ നേരിട്ട് ചെന്ന് കണ്ട് കാസിംബായിയോടുള്ള വിവരം പറഞ്ഞാ ഞങ്ങൾക്ക് മനസമാധാനമായിട്ട് പ്രോഗ്രാമിന് പോവാം. കാസിംബായി എങ്ങനെ എന്നെ കൊന്നു കളഞ്ഞാലോ? അപ്പൊ ഞങ്ങൾക്ക് കൊള്ളാവുന്ന ഒരുത്തനെ ട്രൂപ്പിൽ എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണുകയും ചെയ്യാം. അതെ. അതോ
ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയുടെ അല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ശ്രീ മമ്മൂട്ടി അമരത്തിലെ മുക്കുവനായി മാറിയപ്പോൾ കുറച്ചുകാലമായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. എന്നാൽ പിള്ളേരുടെ ഉള്ളിലിരിക്കുന്ന ഇതാണ്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേരരിക്കും, എന്നിട്ട് കണ്ട മണാകുണാച്ചന്മാരുടെ കൂടെ കഴുത്തിയാ കത്തിക്കും. എങ്ങനെ സ്വാമീര് നിനക്ക് മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. മകളെ, ഈ ഇരിപ്പ് കണ്ടിട്ട് അച്ഛനെ സഹിക്കണില്ല. അടുത്തതായി ഇന്ത്യൻ സിനിമാ വേദിയിലെ സൂപ്പർ താരമായ ശ്രീ അമിതാഭ് ബച്ചൻ. एक हवाई हवा की चोटी की तरह कभी हम कभी तो वहां। और कत्ल हमने किया, उसकी सजा मेरा बब्बती। मुझे फिक्र थी तो नीलों के और तकिया की। 20 साल के बाद एक गांधी शब्द जयंती के दिन मुझे रिहा कर दिया गया। इतनी बड़ी दुनिया में बिना किसी दोस्त, बिना किसी सपने से मैं अकेला रह गया। और कत्ल हमने किया, उसकी सजा मेरा बब्बती। അടുത്തതായി മലമ്പുഴയിലെ മന്ദിരോഗാശുപത്രിയിലെ അന്തേയവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി. നിങ്ങൾ ട്രൂപ്പ് തമ്മിലുള്ള ഉടക്ക് കാരണം രൂപ പോണത് ഞങ്ങൾക്കാ. തൊട്ടടുത്ത് ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടക്കുമ്പോ കാശ് കൊടുത്ത് കാണാൻ ആരെങ്കിലും ഉണ്ടാവും? ടിക്കറ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ വിറ്റതല്ലേ? ടിക്കറ്റ് വിൽക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്ന എല്ലാം കൂടി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ എന്ത് വേണമെന്നാണ് സാറന്മാർ പറയുന്നത്? പ്രോഗ്രാം നടത്തേണ്ടതാണോ? പ്രോഗ്രാം നടത്താതിരുന്ന നാട്ടുകാരുടെ തല്ലുകൂടി ഞങ്ങൾ വേണ്ട, കൊള്ളണ്ട. ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളാം. പറഞ്ഞ കാശ് കൊണ്ടുപോവാ. നമുക്ക് ഓഡിയൻസ് ആണ് പ്രശ്നം, എല്ലാവരുടെ കാശാണ് പ്രശ്നം. അതെ, നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. മമ്മൂട്ടിക്ക നീ വന്നേ, വാ. നീ എന്തായാലും ഈ ഒളിഞ്ഞു നോക്കുന്നേ? കാസിം ഭായി അവിടെ അങ്ങനെ ഇരിപ്പുണ്ടാന്ന് നോക്കിയതാണ്. അതെന്തൊക്കെ കാശും പോയാൽ കണ്ടാലറിയോ? കണ്ടാലറിയില്ല, പിന്നെ കൊണ്ടാലറിയോ? കൊണ്ടാലറിയും. ഇവ നീ വന്നേ. യുവദർശനയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കലാദർശനക്കല്ലാതെ വേറെ ആർക്കും മിമിക്രി കളിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവന്മാർ വിചാരിച്ചത്. തറക്കണ്ടത്തിന് നമ്മൾ തറ പറ്റിച്ചു. പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ തറക്കണ്ടത്തിനെ പൊട്ടിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, തറ പറ്റിച്ചേ തറ പറ്റിച്ചേ കലാദർശനെ തറ പറ്റിച്ചേ, പൊട്ടിച്ചേ പൊട്ടിച്ചേ. അതാ കലാദർശനയുടെ വണ്ടി. ചവിട്ടി വിറ. അവന്മാരെ ശരിക്കൊരു പാഠം. ബെന്നി, ആ പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങൾ കലാദർശനെ പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കും ഞങ്ങൾ അമ്മമാരുടെ വണ്ടിയില്ലേ? നോക്ക് എന്താ അവന്മാര് നമ്മളെ വാരാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. കെട്ടുകെട്ടിച്ചേ കെട്ടുകെട്ടിച്ചേ കലാദർശനെ കെട്ടുകെട്ടിച്ചേ 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 കലാദർശനെ കെട്ടുകെട്ടിച്ചേ